അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വെൽക്കം ടു ദാറുൽ അസം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കേൾക്കുന്നത് ദാറുൽ അസം. നമുക്ക് പറയാനുണ്ട്. കൂടെ RJ അബ്ദുള്ള അബ്ദുൽ റഷീദ് ആൻഡ് RJ മുഹമ്മദ് റയ്യാൻ CP. കുറച്ച് ചിരിയും കുറച്ച് ചിന്തയും. അതെ, ഇന്ന് നമുക്ക് വലിയൊരു സ്പെഷ്യൽ ഡേ ആണ്. പുതിയൊരു തുടക്കം, പുതിയൊരു അനുഭവം. നമ്മുടെ സ്വന്തം FM ഷോ. ഇത് നമ്മളുടേതാണ്. മലയാളം, അറബിക്, ഇംഗ്ലീഷ്, കല, വിജ്ഞാനം, ചോദ്യോത്തരങ്ങൾ, ഇങ്ങനെ എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് മുന്നിൽ കാത്തിരിക്കുന്നു. ഇനി ബോറിംഗ് ബ്രേക്ക് ടൈം ആക്കരുതേ, നമ്മുടെ FM ഉണ്ട്. അതെ RJ അബ്ദുള്ള അബ്ദുൽ റഷീദ്, നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ വൈബ്സ് ആക്കാം. എന്താണ് ദാറുൽ അൻസാർ? RJ മുഹമ്മദ് റയ്യാൻ CP ഒന്ന് പറയൂ. മലപ്പുറം ജില്ലയിലെ വളവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കടുങ്ങാത്തുകൊണ്ട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അൻസാർ കോംപ്ലക്സിലാണ് ദാറുൽ അൻസാർ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ദാറുൽ അൻസാറിലെ വിശാലമായ ക്യാമ്പസിൽ മതപഠനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഖുർആൻ അക്കാദമി, അൽഫിത്ര, ബ്രില്യൻസ് അക്കാദമി എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. 1995 ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ മർഹൂം KP മുഹമ്മദ് മൗലവി, AP മുഹമ്മദ് അസ്ലം എന്നീ മഹത് വ്യക്തിത്വങ്ങൾ വിഭാവനം ചെയ്തതാണ് ദാറുൽ അൻസാർ. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് ഇന്ന് ഈ സ്ഥാപനം നടന്നു വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദരവോടെ സ്വാഗതം പറയാം. ആദ്യം തന്നെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റുകളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് മനോഹരവും ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങുന്നതുമായ ഒരു ഖിറാഅത്ത് കേൾക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان. നമ്മുടെ ദാറുൽ FM ഇനാഗുറേഷൻ ചെയ്യാൻ ദാറുൽ അൻസാർ ഗ്രൂപ്പിന്റെ ചെയർമാൻ അബ്ദുൽ സമദ് സാറിനെ വെൽക്കം ചെയ്യാം. സാർ പ്ലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാറുൽ അൻസാറിലെ പഠിതാക്കളായ കുട്ടികളുടെ രക്ഷിതാക്കളെ നമ്മുടെ സ്ഥാപനമായ ദാറുൽ അൻസാറിൽ വ്യത്യസ്ത കോഴ്സുകളിലായി ഏതാണ്ട് 200-ൽ അധികം കുട്ടികൾ പഠനം നടത്തി വരുന്നുണ്ട്. അൽഫിത്ര, ദാറുൽ അൻസാർ ഖുർആൻ അക്കാദമി, ബ്രില്യൻറ്റ് അക്കാദമി എന്നീ സ്ഥാപനങ്ങളാണ് ദാറുൽ അൻസാറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ എല്ലാ കുട്ടികളിലും പലതരത്തിലുമുള്ള സർഗവാസനകൾ ഉണ്ടായിരിക്കും. ചിലർക്ക് നന്നായി ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റും, മറ്റു ചിലർക്ക് നന്നായി പാട്ടുകൾ പാടാൻ സാധിക്കും, മറ്റുള്ളവർക്ക് ചില കുട്ടികൾക്ക് നന്നായി പ്രസംഗിക്കാൻ കഴിയും, ചില കുട്ടികൾക്ക് മിമിക്രി പോലുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള കഴിവുകൾ ഉള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. ഈ കുട്ടികളുടെ ഈ കഴിവുകൾ നമുക്ക് പുറം ലോകത്തെ അറിയിക്കാനുണ്ട്. അത് അവരുടെ ഭാവി ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അതിനായി ദാറുൽ അൻസാർ ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകുകയാണ്. ദാറുൽ അൻസാർ FM റേഡിയോ എന്ന ഒരു സംവിധാനം ഈ വരുന്ന ശനിയാഴ്ച 25/10/2025 രാവിലെ 9 മണിക്ക് ദാറുൽ അൻസാറിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. എല്ലാ രക്ഷിതാക്കളും ഈ പരിപാടിയിലേക്ക് എത്തണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങളെ ക്ഷണിക്കുകയാണ്. കാരണം നമ്മുടെ ഇത്തരം സംരംഭങ്ങളിലൂടെ മാത്രമേ നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ നമുക്ക് വളർത്തിയെടുക്കുവാനും അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുവാനും സാധിക്കുകയുള്ളൂ. അതിനു വേണ്ട എല്ലാവിധ സാഹചര്യങ്ങളും ദാറുൽ അൻസാർ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കളായ നിങ്ങളിൽ നിന്നുള്ള നിർലോഭമായ പ്രോത്സാഹനം അവരെ കൂടുതൽ ഉന്നതിയിലെത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും ശനിയാഴ്ച രാവിലെ
9 മണിക്ക് നടക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കുകയും അതിനോട് അനുബന്ധിച്ച് ചേരുന്ന പേരൻസ് മീറ്റിംഗിലും സംബന്ധിക്കണമെന്ന് നിങ്ങളോട് വീണ്ടും അപേക്ഷിക്കുന്നു. നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ കുട്ടികളെ നാളെ സമുദായത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ഉത്തമരായ പൗരന്മാരായി വാർത്തെടുക്കുമാറാകട്ടെ. അതിനായിരിക്കട്ടെ നമ്മുടെ ദുആകളും പ്രാർത്ഥനകളുമെല്ലാം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സർ. താങ്കളുടെ പ്രോത്സാഹനം എത്ര വലിയ ഉച്ചത്തിലാണ് നമ്മുടെ ആത്മവിശ്വാസത്തെ സ്വാധീനിച്ചത്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു. ഒരുപാട് എക്സൈറ്റ്മെന്റോടു കൂടി അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. അറബി ഭാഷാ പണ്ഡിതനും അൻസാർ അറബിക് കോളേജ് പ്രിൻസിപ്പാളുമായ മജീദ് സ്വലാഹി സാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വളവന്നൂർ അൻസാർ ക്യാമ്പസിലെ ദാറുൽ അൻസാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രില്യൻസ് അക്കാദമി, ഖുർആൻ അക്കാദമി, അൽ ഫിത്ര തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. ഈ സ്ഥാപനങ്ങളിൽ 250-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ നിലവാരം പുലർത്തുന്ന ഈ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ പ്രക്ഷേപണം ചെയ്യുന്നതിന് വേണ്ടി ദാറുൽ അൻസാർ FM റേഡിയോ ലോഞ്ച് ചെയ്യുകയാണ്. ഈ സന്തോഷാവസരത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. വിദ്യാർത്ഥികളുടെ ഖുർആൻ പാരായണം, ഹദീസ് പാഠം, ലഘുപ്രഭാഷണം, വ്യത്യസ്തമായ സാഹിത്യ പ്രോഗ്രാമുകൾ, അവരുടെ ഇടപെടലുകൾ എല്ലാം കൊണ്ടും വൈവിധ്യപൂർണമായിരിക്കും ദാറുൽ അൻസാർ FM റേഡിയോ. ഈ സംരംഭത്തിന് ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാവ്, എത്ര മനോഹരമായ ആശയങ്ങളാണ് നമ്മുടെ അതിഥി പങ്കുവച്ചത്. പഠനത്തിലും ജീവിതത്തിലും മുന്നേറാൻ അതെല്ലാം തീർച്ചയായും നമ്മെ സഹായിക്കും ഇൻഷാ അല്ലാഹ്. അതെ RJ അബ്ദുൽ റഷീദ്, ഓരോ വാക്കിലും പ്രചോദനമുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ വാക്കുകൾ ഹൃദയത്തിൽ സംഭരിക്കാം. താങ്ക് യു സർ. സ്നേഹിതരെ, ഇപ്പോൾ നമ്മൾ കേൾക്കാനിരിക്കുന്നത് ഒരു മനോഹരമായ ചെറുകഥയാണ്. അവതരിപ്പിക്കുന്നത് അൽഫിത്ര സ്കൂളിലെ ഗ്രേഡ് 1 സ്റ്റുഡൻ്റായ ആയിഷ ദുവ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സത്യസന്ധതക്കുള്ള പ്രതിഫലം. പണ്ട് ഒരു നാട്ടിൽ ജമാൽ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒട്ടും ചെയ്യാറില്ലായിരുന്നു. പക്ഷെ അയാൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഒരു ദിവസം അയാൾ പുഴവക്കത്ത് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഒഴുകി വന്നൊരു ആപ്പിൾ അയാൾ കാണാനിടയായി. അയാൾ അതെടുത്തു. ഹായ്, നല്ല പഴുത്ത ആപ്പിൾ. അയാളത് ഭക്ഷിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അയാൾക്ക് ഓർമ്മ വന്നത്, ഇതേതെങ്കിലും തോട്ടത്തിലേതാണോ. അയാൾ ആപ്പിൾ ഒഴുകി വന്ന ദിശയിലേക്ക് പുറപ്പെട്ടു. ഒടുവിൽ അയാൾ ഒരു ആപ്പിൾ തോട്ടം കണ്ടെത്തി. തോട്ടത്തിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു, ഈ പുഴവക്കത്ത് നിങ്ങളുടേതല്ലാതെ മറ്റൊരു തോട്ടമുണ്ടോ? ഉടമസ്ഥൻ ചോദിച്ചു, എന്താ കാര്യം? പുഴയിലൂടെ ഒഴുകി വന്നൊരു ആപ്പിൾ ഞാൻ അറിയാതെ ഭക്ഷിച്ചു. ആ ആപ്പിൾ നിങ്ങളുടെ തോട്ടത്തിലേതാണെങ്കിൽ നിങ്ങൾ എനിക്ക് പുറത്തു തരില്ലേ? അത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. ഇത് കേട്ട് ഉടമസ്ഥൻ പറഞ്ഞു, വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നിങ്ങളുടെ ധാരണ ശരിയാണ്. നിങ്ങൾ എൻ്റെ ആപ്പിൾ തന്നെയാണ് ഭക്ഷിച്ചത്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരണമെങ്കിൽ 2 നിബന്ധനകളുണ്ട്. 1, കുറച്ചു കാലം എൻ്റെ തോട്ടത്തിൽ പണിയെടുക്കണം. 2, എൻ്റെ മകളെ വിവാഹം കഴിക്കണം. ഇത് കേട്ട് ജമാൽ ചിന്തിച്ചു, ഇയാൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഇയാൾ എനിക്ക് പുറത്തു തരില്ല. അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് എന്ത് മറുപടി പറയും? ഞാൻ തയ്യാറാണെന്ന് ജമാൽ പറഞ്ഞു. ഇത് കേട്ട ഉടമസ്ഥൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൾക്ക് കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? നിങ്ങൾ പുറത്തു തരുന്നതിന് വേണ്ടി എന്ത് ചെയ്യാനോ ഞാൻ തയ്യാറാണ്. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു. തോട്ടത്തിലെ പണി പൂർത്തിയായി.
രണ്ടാം നിബന്ധന പാലിക്കാൻ ജമാൽ ഉടമസ്ഥന്റെ വീട്ടിൽ പോയി. മോളെ സുമയ്യ, എന്താ ഉപ്പ എന്നെ വിളിച്ചോ? ഇത് കേട്ട് ജമാൽ അത്ഭുതപ്പെട്ടു. നിങ്ങളല്ലേ നിങ്ങളുടെ മകൾക്ക് കണ്ണു കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല എന്ന്? ഇത് കേട്ട ഉടമസ്ഥൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൾക്ക് തെറ്റുകൾ കാണാൻ കഴിയില്ല, തെറ്റുകൾ കേൾക്കാൻ കഴിയില്ല, തെറ്റുകൾ സംസാരിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. ഉടമസ്ഥൻ അയാളുടെ മകളെ ജമാലിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അവരുടെ സമ്പാദം അവർക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ ജമാൽ തൻ്റെ ഇണയോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. എന്ത് മനോഹരമായൊരു കഥ! ഈ കാലഘട്ടത്തിലും ഈ കഥക്കും കുറേ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദിവസവും നമ്മൾ തെറ്റുകൾ ചെയ്യാറുണ്ട്. മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും കളവ് പറയുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്ന് മാറി നിന്നാൽ അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരുമെന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും. എന്ത് മനോഹരമായ ഒരു ചെറുകഥ! എല്ലാവരും നന്നായി ആസ്വദിച്ചില്ലേ? ഇനി നമുക്ക് ഒരു യാത്രാ വിവരണം കേട്ടാലോ? ഈ യാത്രാ വിവരണം പറയുന്നത് അൽഫിത്ര സ്കൂളിലെ ഗ്രേഡ് 2 സ്റ്റുഡന്റ് നസൽ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, ഈ വർഷത്തെ എറണാകുളം ടൂറ് ഞാനും എൻ്റെ ഫ്രണ്ട്സും നന്നായി എൻജോയ് ചെയ്തു. ബുധനാഴ്ച നേരം പുലരുമ്പോഴേക്കും ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് സ്കൂളിലേക്ക് ഓടിയെത്തിയത്. അവിടുന്ന് ഫജ്ർ നിസ്കരിച്ച് ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാമുമാരും പ്രാർത്ഥനയോടെ സ്കൂളിൽ നിന്ന് ഇറങ്ങി. ഡ്രാഗൺ ബസ്സാണെങ്കിൽ പൊളി വൈബായിരുന്നു. ആദ്യം ഞങ്ങൾ എത്തിയത് ചാവക്കാട് ബീച്ചിലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചു. നിറയെ കാക്കകളായിരുന്നു അവിടെ. ഞങ്ങളുടെ പ്ലേറ്റിൽ നിന്നും കാക്കകൾ ചിക്കൻ കൊത്തി പറക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. വിശന്നിട്ടാണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു ചിക്കനും പൊറോട്ടയ്ക്കും. പിന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദിലെത്തി. അസ്മാബി മാം പറഞ്ഞു ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളിയാണ് അതെന്ന്. അവിടെ നിന്ന് ഞങ്ങൾ പോയത് കൊച്ചിയിലെ ഹിൽ പാലസിലേക്കായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ് ഹിൽ പാലസ് എന്ന് ഉമ്മ പറഞ്ഞിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ഒരുപാട് നടന്നു. രാജാവിൻ്റെ കിരീടവും സിംഹാസനവും വാളും പരിചയും എല്ലാം കണ്ടു. കുറച്ചു നേരം അവിടെ ഗാർഡനിൽ കളിച്ചു, നിസ്കരിച്ചു. നേരെ ഞങ്ങൾ പോയത് ഫോർട്ട് കൊച്ചിയിലേക്കായിരുന്നു. ഫോർട്ട് കൊച്ചി നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഞങ്ങൾ എല്ലാവരും അത് എൻജോയ് ചെയ്തു. അവിടെ ചർച്ചിൽ പോയി വാസ്കോഡഗാമയെ അടക്കം ചെയ്തിരുന്ന പോർച്ചുഗീസുകാർ നിർമ്മിച്ച ചർച്ചാണ് അതെന്ന് മാം പറഞ്ഞിരുന്നു. നല്ല ചൂടായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തന്നു. ആ ചൂടിൽ ഞങ്ങൾ എല്ലാവരും അത് ആസ്വദിച്ച് കഴിച്ചു. പിന്നീട് ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് പോയി. ഒരുപാട് ബോട്ടുകൾ വെള്ളത്തിലൂടെ പരന്നു നടക്കുന്നുണ്ടായിരുന്നു. അതിലൊരു ബോട്ടിൽ ഞങ്ങളും കയറി. വെള്ളത്തിലൂടെയുള്ള യാത്ര നല്ല രസമായിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാനേ തോന്നിയില്ല. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഡ്രാഗൺ ബസ്സിൽ കയറി സ്കൂളിലേക്ക് തിരിച്ചു. വരുന്ന വഴിയിൽ ഞങ്ങൾ മന്തിയും അൽഫാമും കഴിച്ചു. അതിൻ്റെ മയക്കത്തിൽ നിന്നു ഞങ്ങൾ ബസ്സിൽ നിന്നു അറിയാതെ ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണു തുറന്നപ്പോൾ സ്കൂളിലെത്തിയിരുന്നു. അൽഹംദുലില്ലാ, നല്ല ടൂറായിരുന്നു. ടീച്ചേഴ്സ് ഞങ്ങളെ നന്നായി കെയർ ചെയ്തു. താങ്ക് യു മാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാവ്, എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. നമ്മുടെ ഓരോ യാത്രയിലും ഓരോ അനുഭവമായിരിക്കും. നമ്മൾ ഓരോരുത്തരും ഹിൽ പാലസിലും ഫോർട്ട് കൊച്ചിയിലും പോയൊരു ഫീല്. അതെ അതെ, എനിക്കിഷ്ടപ്പെട്ടു. ഇനി നമുക്കൊരു ഇംഗ്ലീഷ് സ്പീച്ച് കേട്ടാലോ? എല്ലാവരും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇരിക്കണേ. ലൈനിൽ ബ്രില്യൻസ് അക്കാദമിയിലെ ഫസൽ ഹാദി. Assalamu alaikum wa rahmatullah. Good morning, dear listeners. Today we are diving into a topic that often sparks discussion and curiosity: the hijab of Muslim women.
What does it truly mean? Is it just a piece of cloth, or does it carry a deeper message of faith, modesty, and identity? Let's explore. The first segment, understanding the concept. In Islam, the hijab is far more than a physical covering. It is a symbol of modesty, dignity, and devotion to God. The Arabic word hijab literally means barrier or cover. It represents a way of life, one that encourages both men and women to act with modesty and humility. The Holy Quran instructs believing women to dress modestly. In Surah Al-Ahzab, verse number 59, Allah commands, "A'udhu billahi minash shaitanir rajim. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين." O Prophet, tell your wives and your daughters and the believing women to draw their cloaks around them. That will be better so that they may be recognized and not be harassed. These verses show that the hijab is not a restriction but a protection, a form of respect and honor granted by Allah to women. The second segment, the spiritual meaning. The hijab reflects a woman's inner faith. It is not just about how one looks but about how one lives. By wearing the hijab, a Muslim woman declares her devotion to Allah and her willingness to follow His guidance. It's a spiritual shield, protecting her from being judged by appearance and reminding her of her higher purpose. Third segment, beyond the cloth. The hijab also represents freedom, the freedom to be valued for character, intellect, and faith rather than physical beauty. In a world where image often dominates, the hijab reminds society that women's worth goes far beyond her appearance. Moreover, hijab is not only about women. Islam commands men too to lower their gaze and behave with modesty. The message is universal. Purity begins in the heart. Dear listeners, the hijab is not just fabric, it's faith in action. It's a personal choice inspired by love for Allah and a deep sense of identity. Let's remember that respect for others includes understanding their values and beliefs. Thank you for listening. Stay respectful, stay thoughtful, and keep your hearts open to understanding. Assalamu alaikum wa rahmatullahi wa barakatuh. വീണ്ടും നമുക്ക് മനോഹരമായ ഒരു ഖിറാഅത്ത് കേൾക്കാം. പാരായണം ചെയ്യുന്നത് അൽഫിത്രയിലെ സൽമാൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى. ഇനി നമുക്കൊരു ഹദീസ് കേട്ടാലോ? അവതരിപ്പിക്കുന്നത് ദാറുൽ അൻസാറിലെ അഫാഫ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തമായ ഒരു ഹദീസാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു قال النبي صلى الله عليه وسلم من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആർ അല്ലാഹുവിലും അദ്ദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഈ ഹദീസിൻ്റെ സാരം ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഹദീസിൽ നമുക്ക് നല്ലൊരു പാഠമുണ്ട്. ഇത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മെ സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ.
ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഗ്മെന്റിൽ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. നമ്മുടെ അൽഫിത്രയിൽ നിന്നും പാസ് ഔട്ട് ആയി പോയ ഒരു സ്നേഹിതൻ നമ്മോടൊപ്പം ചേരുന്നു. നമുക്കൊന്ന് സംസാരിച്ചാലോ? നിങ്ങൾക്ക് സ്വാഗതം. ആദ്യം നിങ്ങളുടെ പേര് പറയാമോ? എന്റെ പേര് മുഹമ്മദ് ജറൂൻ. ജെറോൺ, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ ഇപ്പോൾ ആലിയ ഇംഗ്ലീഷ് സ്കൂളിലാണ്, 5th സ്റ്റാൻഡേർഡ്. നിങ്ങൾക്ക് അൽഫിത്രയുമായുള്ള ബന്ധം എങ്ങനെയാണ്? ഞാൻ ബിഗിനർ മുതൽ ഗ്രേഡ് 4 വരെ 7 ഇയർ അൽഫിത്രയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബാച്ച് ആയിരുന്നു ഇവിടത്തെ ഫസ്റ്റ് ബാച്ച്. അതുപോലെ 7 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് പാസ് ഔട്ട് ആയ ബാച്ചും ഞങ്ങളുടേതാണ്. അത് എന്നും ഒരു അഹങ്കാരത്തോടെ ഞങ്ങൾ പറയും. ഞങ്ങളുടെ ബാച്ചിലെ 17 പേരുടെയും പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് അത്രയധികം ബോണ്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെയും വളർച്ചയോടൊപ്പം ആണ് ഈ അൽഫിത്രയും വളർന്നത്. ഇന്ന് 160ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. കൂടുതൽ സന്തോഷം. എന്റെ ഉമ്മ ഇവിടെ വർക്ക് ചെയ്യുന്നു. എന്റെ അനിയത്തി ബിഗിനർ ക്ലാസ്സിൽ പഠിക്കുന്നു. അൽഹംദുലില്ലാഹ്. എങ്ങനെയുണ്ടായിരുന്നു അൽഫിത്രയിലെ ദിനങ്ങൾ? ഒന്ന് ഓർത്തെടുക്കാമോ? ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് അൽഫിത്രയിലെ മാമാരെയാണ്. അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ഓരോരുത്തരെയും ഞങ്ങളെ ട്രീറ്റ് ചെയ്തത്. ഒരിക്കലും മറക്കാത്ത നല്ല ഓർമ്മകൾ എന്റെ മനസ്സിൽ ഒരു കോണിൽ എന്നും ഉണ്ടാകും. പ്രത്യേകം പറയാനുള്ളത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഷെറീന മാമിനെയാണ്. ഞങ്ങൾക്ക് ഏറ്റവും പേടിയും റെസ്പെക്റ്റും ഇഷ്ടവും ഷെറീന മാമിനോടായിരുന്നു. ബെസ്റ്റ് ടീച്ചർ ഓഫ് അവർ റോൾ മോഡൽ. ബാക്കിയുള്ളവരൊന്നും കുറവൊന്നുമല്ല അല്ല കേട്ടോ. എല്ലാവരും ഞങ്ങൾക്ക് ഓരോ ഗോൾഡ് മെഡൽസ് ആണ്. ഇപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഷുവർ, ഓഫ് കോഴ്സ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം PT പീരീഡ് ആയിരുന്നു. നല്ല രസമായിരുന്നു. പുതിയ സ്കൂളിൽ അതൊന്നും കിട്ടുന്നില്ല. വല്ലാത്തൊരു മിസ്സിങ് ആണ്. വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ക്യാമ്പസിലെ പ്രധാനപ്പെട്ട വാർത്തകൾ കേട്ടാലോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാറുൽ FM ക്യാമ്പസ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഹൈസ ജാഫർ. സ്പോർട്സ് ഫെസ്റ്റ് 2K25-26. നമ്മുടെ അൽഫിത്ര സ്കൂളിലെ ഈ വർഷത്തെ സ്പോർട്സ് ഫെസ്റ്റ് നടന്നു. വിവിധ റേസുകൾ, കായിക ഇനങ്ങൾ, ടീം ഗെയിമുകൾ എന്നിങ്ങനെ ഒട്ടനവധി മത്സരങ്ങൾ നടന്നു. ഗ്രീൻ ഹൗസ് ചാമ്പ്യൻഷിപ്പ് 2K ആർട്ട് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അതുപോലെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടി നടന്ന ആർട്ട് ഫെസ്റ്റും ശ്രദ്ധേയമായിരുന്നു. ഗാനങ്ങൾ, കഥ പറയൽ, ചിത്രരചന തുടങ്ങി പല ഇനങ്ങളിലും കുട്ടികൾ തൻ്റെതായ മികവ് പ്രകടിപ്പിച്ചു. ടീച്ചേഴ്സ് മന്ത്ലി എക്സലൻസ് അവാർഡ് പ്രഖ്യാപിച്ചു. ഈ മാസം മികച്ച ടീച്ചേഴ്സിനുള്ള അവാർഡ് പ്രീ പ്രൈമറി ലെവലിൽ നിന്നും സഫിയ മാമും, പ്രൈമറി ലെവലിൽ നിന്നും സഫ്ന മാമും, ഷെറീന മാമിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. പ്രൈമറി ലെവൽ ടൂർ. പ്രൈമറി ലെവൽ കുട്ടികൾക്ക് ഈ മാസം എറണാകുളത്തേക്ക് ടൂർ സംഘടിപ്പിച്ചു. മ്യൂസിയം, പാർക്ക്, ശാസ്ത്രഗ്രഹം തുടങ്ങി കൗതുകഭരിതമായ സ്ഥലങ്ങൾ സന്ദർശിച്ചു. പ്രീ പ്രൈമറി സ്റ്റഡി ടൂർ. പ്രീ പ്രൈമറി കുട്ടികൾക്കായി സ്കൂളിന് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കും പാർക്കിലേക്കും പഠനയാത്ര നടത്തി. ഈ യാത്ര കുട്ടികൾക്ക് പഠനത്തിൻ്റെയും വിനോദത്തിൻ്റെയും അനന്യമായ അനുഭവമായി. ദാറുൽ അൻസാർ ഖുർആൻ അക്കാദമിയിൽ ഗാന്ധി ജയന്തി ക്വിസ് മത്സരം. ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ദാറുൽ അൻസാർ ഖുർആൻ അക്കാദമിയിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ അയാസ് VP 1ാം സ്ഥാനവും അബ്ദുള്ള KP 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികളെ അധ്യാപകർ ആദരിച്ചു. ദാറുൽ അൻസാർ ഖുർആൻ അക്കാദമിയിൽ അൽ ഫുനൂൻ ആർട്ട് ഫെസ്റ്റ് 2K25 വളവന്നൂർ. ദാറുൽ അൻസാർ ഖുർആൻ അക്കാദമിയിൽ അൽ ഫുനൂൻ ആർട്സ് ഫെസ്റ്റ് 2K25 സംഘടിപ്പിച്ചു. കുട്ടികളിലെ കലാവാസന വളർത്താൻ ഇത്തരം പരിപാടികൾ അത്യന്തം ആവശ്യമാണെന്ന് ഉദ്ഘാടകനായ അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ സ്റ്റാൻലി ജോർജ് അഭിപ്രായപ്പെട്ടു. അക്കാദമി അഡ്മിനിസ്ട്രേറ്റർ ഷെറീന CM അധ്യക്ഷത വഹിച്ചു. വിവിധ കലാസാഹിത്യ മത്സരങ്ങൾ അരങ്ങേറി. വിജയികൾക്കുള്ള സമ്മാനദാനം അടുത്ത പാരന്റ് മീറ്റിംഗിൽ വെച്ച് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ദാറുൽ അൻസാർ ടർഫ് ടൂർണമെന്റ്.
വളവന്നൂർ. ദാറുൽ അൻസാറിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ടർഫ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരങ്ങൾ നടന്നത്. ചാമ്പ്യൻസിനും റണ്ണേഴ്സിനും ട്രോഫികൾ നൽകി ആദരിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച ആദിൽ എൻ ബെസ്റ്റ് പ്ലെയർ ട്രോഫിക്ക് അർഹനായി. ദാറുൽ അൻസാർ ഖുർആൻ അക്കാദമിയിൽ ഹിഫ്ള് പരീക്ഷ സംഘടിപ്പിച്ചു. ദാറുൽ അൻസാർ ഖുർആൻ അക്കാദമിയിൽ ഹിഫ്ള് പരീക്ഷ സംഘടിപ്പിച്ചു. ഹിഫ്ള് എ ക്ലാസ്സിൽ സെയ്ൻ ഫൈസാൻ 93 മാർക്കോടെ, ഹിഫ്ള് ബി ക്ലാസ്സിൽ അഫാഫ് സെയ്ൻ 90 മാർക്കോടെ, ഹിഫ്ള് സി ക്ലാസ്സിൽ ഹംദാൻ സീസി 88 മാർക്കോടെ ടോപ്പേഴ്സ് ആയി മാറി. വിജയികളെ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ ആദരിച്ചു. ഇതോടുകൂടി ക്യാമ്പസ് വാർത്തകൾ അവസാനിക്കുന്നു. ഇനിയും കണ്ടുമുട്ടാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്നത്തെ FM സെഗ്മെന്റ് ഇതോടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മികച്ച ദിവസമായിരിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് എല്ലാവർക്കും വീണ്ടും കണ്ടുമുട്ടാം, ഇൻഷാ അല്ലാഹ്. ഇതുവരെ ഞങ്ങളോടൊപ്പം ഉണ്ടായ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. ഇനിയുള്ള ദിവസവും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.